ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. എന്റെ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അടുക്കും പ്രതിഷ്ഠ ദാസനെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവെ അല്ലെങ്കിൽ വിളിക്കുവാൻ ഈ മകനെ അർഹനാക്കണമേ. ഈ കുദാശ യോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ പരിഹിതരായ വിശുദ്ധരാക്കണമേ. പിതാവുമ്പത്തും വിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കാട്ടുവേ തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്ത് പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. ഞാൻ കണ്ണുനീര് കുടിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവെ നീ ഇതിന് ആകുലപ്പെടുന്നു, നീ ഇതിന് വിഷാദിച്ചു എഴുന്നു, നീ ദൈവത്തെ ആശ്രയിക്കുക. ദൈവത്തെ ഞാൻ പ്രവർത്തിക്കും, എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പല ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രി ഞാൻ അവിടുത്തെ സ്തുതിക്കും. ദൈവത്തിൽ അഭയം തേടുക, രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രവർത്തിക്കും. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്ത് പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുന്നത് കണ്ടെത്തും, നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന കർത്താവേ, നിന്റെ കരുണേറിയ വാഗ്ദാനം ഈ ദാസനെ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എണ്ണയിലേക്ക് ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവെന്നും നിന്റെ കൃപയാൽ മാമോസ ജലത്തിന്റെ പാപക്കറ കഴുകി ഈ കുടിജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗദീസത്തിൽ അവയമായ ദാസൻ ഉദാസയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായ വാക്കുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോട് നിനക്ക് നന്ദി പറയുന്നു. എപ്പോഴും എന്നേക്കും. കുഞ്ഞിനോട് ചോദ്യങ്ങൾക്ക് ജ്ഞാനസ്ഥാനം മാതാപിതാക്കന്മാർ മറുപടി പറയുക. പിശാചിന്റെ അടിമത്ത് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർക്കും ഉപേക്ഷിക്കുന്നുവോ? യേശുമിശിഹായ എന്ന രക്ഷകനായി സ്വീകരിക്കുന്നു. ഒന്നാമത്തെ ലേഖനം കുട്ടിയുടെ നെറ്റിയിൽ ഈ അഭിഷേക തൈലത്താൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനും നാം സെബാസ്റ്റ്യനായിരിക്കുന്നു. നവദാനാമൃതഗാനങ്ങൾ മാമപചിത്രവും എന്നാവും മോദമോടേവം പാടുന്നു. സൈന്യങ്ങൾ തൻ രാജാവാം ദൈവത്തിൻ ബലിപീഠത്തിൽ കുരുകിൽ ദൈവപക്ഷികളും സങ്കേതം നടത്തുന്നു. അങ്ങേക്കെന്നും സ്തുതി പാടി നിൻ ഭവനത്തിൽ വാഴുന്നു. ഭാഗ്യം ചെയ്തു കർത്താവേ, നൽകണമേ നിൻ കൃപ നിരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതെന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകൾ പറഞ്ഞ് മുടിഞ്ഞുകൂടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ തരത്തിലും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എല്ലാ സ്ഥലത്തിൻ്റെയും നാഥനും സിദ്ധാവുമാവും പിതാവുമത്തിനും വിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനെ മുഴേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമോന്നതമാവുന്നു. അക്ഷയമവരുടെ ആത്മാവിന് ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവൻ ജീവനത്തെ പരിപാലിക്കുന്നവനുമാവും ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. ജലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായും ദൈവികമായ കൽപ്പനകളുടെയും മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ,
സമാധാനം നിങ്ങളോട് കൂടെ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം 3:13-17 വരെയുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ ഇതിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കി നമുക്ക് ഉചിതമാണ്. അവർ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുകൊണ്ട് യേശു അടുത്തുനിന്ന് കയറി. അപ്പോൾ തുറന്നും തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനോട് തമ്മിൽ ഇറങ്ങി വരുന്ന അവൻ കണ്ടു. ഇവനെൻ്റെ പ്രിയത്തിന് ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മാമോദിസ വഴി ദൈവപുത്രനായിത്തീരുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദിസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രനാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് അങ്ങയുടെ പക്കൽ എത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രത്യാശയും നാടിന് സേവന മാതൃകയുമാകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകളെയും സുശിഷ്ടമറിയിച്ചുപെടുത്തി മാമോദിസ കൽപ്പിച്ച കർത്താവേ, ഇന്ന് കൽപ്പന നിവർത്തി ഞങ്ങൾക്കും പാർക്കണമേ. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കാൻ ഈ നിയോജിത സഭ ഞങ്ങളിലൂടെ അത് ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യനാവുന്നവരുടെ കീഴിൽ ഒരു ആലയത്തോട് ചേർന്ന് രക്ഷാകരണം വേണ്ടി സംജാതമാകട്ടെ. ഞങ്ങൾ പരിഗണന ചെയ്യുന്ന വിശുദ്ധാശ്രമ സിദ്ധാത്മാവിന് ചെയ്തിട്ടാൽ ഈ ശിശുവിന് ബുദ്ധിമുട്ടുകൾ കവാടമായി ഭവിക്കട്ടെ. സ്ഥലത്തിൻ്റെയും നാഥായിലേക്കും വിശ്വാസ പ്രഖ്യാപന സുഹൃത്തിയാണ് ചോദ്യത്തിന് ജ്ഞാനസ്നാനമാതാക്കന്മാരും മറന്നു നൽകി. ഏകദൈവത്തിന് വിശ്വസിക്കുന്നുവോ? ദൃശ്യവും അദൃശ്യവുമായ സ്ഥലത്തിൻ്റെയും സിദ്ധാവിനെ വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വസ്വീകരിക്കപ്പെടാതെ ജാതരും ഇവർക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സ്വീകരിക്കപ്പെടാത്തവനും ഏകർത്താവുമായി ശംസിക്കാൻ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യതയും പിതാവിന്റെ കൂടെ സത്യമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും വിശ്വസിക്കുന്നുവോ? മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോർത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാന കന്യകാമരത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്നും മധ്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സുഹൃത്തിലേക്ക് എന്നുകൊണ്ട് പിതാവിനെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നുവോ? പിതാവിൽ നിന്നും പുറത്തുനിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികമായ സഭയിലും പാവമോത്തിലേക മാമോദിസായാലും ശരീരത്തിനും ഉയർപ്പിലും നിത്യായുസ്സിലും വിശ്വസിക്കുന്നുവോ? സഹോദരരെ, ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടുതൽ മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ട ഓരോ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയൊരു ഒരുമിച്ച് കൂടി ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ ഓരോ ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകലനീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനെ വെച്ച് യോഹന്നാൻ മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകാൻ സ്ത്രീമാരെ നിയോഗിക്കുന്ന കർത്താവേ, ഈ കുദാസ യഥാവിധി പരിഗണന ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. രണ്ടാമത്തെ ലേഖനം പുസ്തകയുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സെബാസ്റ്റ്യൻ വിശുദ്ധ പേരുകൊണ്ട് ലേപനം ചെയ്തു. അമ്പടാ ഇരിക്കുന്ന സെബാസ്റ്റ്യൻ മാമോദിസ മുട്ടപ്പെടുന്നു. നല്ല
അതിനെ അലങ്കരിക്കുകയും ഇഷ്ടമായി ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന് പ്രകാശമായ മിശിക നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോയിസ വഴി ദൈവത്തിന്റെ പുത്രനായ തീർന്ന മുന്നോട് ചേർന്ന് നമുക്ക് ദൈവത്തിന്റെ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ചാരുവിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ ഈശോയുടെ ദൃഢത്താലിപ്പത് ഞങ്ങൾ കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവ് നൽകുന്ന ഞങ്ങൾ കർത്താവ് സ്പെഷ്യയുടെ വാഗ്ദാനം ദാസിൽ നിറവേറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകനും വിശുയാട് കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സമ്പന്നമാക്കി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിനും ആത്മാവും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവീസിലായി നീക്കും. പുസ്തകന്യകാമരത്തിന്റെയും ആരോഗ്യത്തിന്റെയും മെസ്റ്റിസ്ലേഖന്മാരുടെയും ഞങ്ങൾ പിതാവായ മാർ തോമാസ് ലീഗാരുടെ വേദസാക്ഷികളുടെയും സകല ക്രിസ്തുവിന്റെ ഞങ്ങൾ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടമധ്യസ്ഥയുടെയും നാമധേയത്തിന്റെ കാരണക്കാരൻ ക്രിസ്ത്യാനോസിന്റെയും ജീവിത മാതൃക ഇവർ വഴികാട്ടിയായി തീരുകയും ചെയ്യട്ടെ. മാമോദിസായ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുകയും മാറ്റപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തപുത്രനായി ജീവിക്കുവാൻ അവിടുത്തെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാരെ സ്വീകരിക്കുകയെന്നും സൂക്ഷിച്ചതിന് സാക്ഷ്യം വഹിക്കുന്ന ശരീരപ്രവേശനമായി തീരട്ടെ. കണ്ടുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയായി തീർന്നപോലെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷയ്ക്ക് ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും മാറ്റിടുവാൻ ദൈവം തന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കുമ്പത്തിൽ പങ്കെടുത്ത് എല്ലാവരും ദിവസമായി അനുഗ്രഹിക്കട്ടെ. ഓടും എന്നേക്കും വിചാരിക്കട്ടെ. തരട്ടെ മുൻകരുതി. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ.
ഹൃദയം നുറുങ്ങിയ സമയം സുഖമേകിയരികിലണഞ്ഞു. ഹൃദയം നുറുങ്ങിയ സമയം സുഖമേകിയരികിലണഞ്ഞു. കരുണാമൃതമേകി മഹോന്നതമാ